പ്രകാശ് ഉടനെ എത്തും. ഇപ്പൊ ഫോൺ വന്നിരുന്നു. ഇവിടെ വെയിറ്റ് ചെയ്യണമെന്നല്ലേ പറഞ്ഞത്? എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ. പ്രകാശ് വരട്ടെ മാഷേ, നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. പ്രകാശും ഞങ്ങളും എങ്ങനെ കഴിഞ്ഞിരുന്നവരാണെന്ന് മാഷക്കറിയാമല്ലോ. ആ ബന്ധത്തിന് കോട്ടം തട്ടുന്ന ഒന്നും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. മാഷേ, നടക്കാൻ പാടില്ലാത്താണ് നടന്നത്. ഗീതയെ പോലെ ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനൊരു അനുഭവം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ മോഹൻ ഗീതയെ തന്നെ വിവാഹം കഴിക്കട്ടെ എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യുകയല്ലേ മര്യാദ. എത്രയും നല്ലൊരു മുഹൂർത്തം നോക്കി നമുക്കതങ്ങ് നടത്താം. എന്താ അളിയാ? ഇനിയുള്ളതെല്ലാം മാഷ് തന്നെയല്ലേ നടത്തേണ്ടത്. എന്താ ഇനിയും പ്രകാശനെ കാണാത്തത്? മാസ്റ്റർക്ക് ധൃതിയുടെ പൊക്കോളൂ. ഞാൻ പ്രകാശിനെ വീട്ടിൽ ചെന്ന് കണ്ടോളാം. അങ്ങനെ ആയിക്കോട്ടെ. ആ വാസവ, മാസ്റ്ററെ വീട് വരുന്നു ഡ്രോപ്പ് ചെയ്തേ. അയ്യോ വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. അപ്പോ അങ്ങനെയാട്ടെ. അറിയാ, ഉദ്ദേശം 1 മണിക്കൂർ ആയല്ലോ. ഇത്ര സമയം പോരെ അവർക്ക്? ധാരാളം. ഞാൻ കൈമളിനെ വിളിച്ചെന്നോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ ശ്യാമുമായി സംസാരിച്ചെന്ന് പറഞ്ഞതോ? ഇതിലെന്തോ ചതിയുണ്ടല്ലോ മാഷേ. വന്നാട്ടെ.